അപ്പോൾ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഗൂഗിൾ മീറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 5 ചോദ്യം എഴുതി. ഇനിയിപ്പോൾ 6ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ എഴുതാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. വാട്ട് ഡിഡ് ഗാന്ധിജി do to remove fear from the minds of the people. ഇപ്പോൾ ചോദ്യം എഴുതിയെടുത്തോ? എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, അത് ആ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ സാർ തരാം. ആ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വാട്ട് ഡിഡ് ഗാന്ധിജി ഡു ടു റിമൂവ് ഫിയർ ഫ്രം ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഗാന്ധിജി ചെയ്തത്? ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്നും ഭയത്തെ മാറ്റുവാൻ എന്താണ് ഗാന്ധിജി ചെയ്തത് എന്നാണ് ചോദ്യം. കേട്ടോ? ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. ഗാന്ധിജി എന്ത് ചെയ്ത് എല്ലാ തരത്തിലുള്ള ഭയത്തെ ഇന്ത്യൻ ജനത്തിൻ്റെ മനസ്സിൽ നിന്നും മാറ്റിയെടുത്തു. അതെങ്ങനെയാണ്? ഗാന്ധിജി ആ റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അപ്പോൾ റിയാലിറ്റി ഒരിക്കലും ആ ഭയത്തിൻ്റെ അത്ര ഭയാനകമായിരുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിരുന്നില്ല. അപ്പോൾ റിയാലിറ്റി അനലൈസ് ചെയ്ത് പഠിച്ചെടുത്തപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ സാഹചര്യം എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങളിൽ നിന്നും ഒരു വിധമൊക്കെ ഭയം മാറിപ്പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരമാണ് എഴുതണം കേട്ടോ, എഴുതിയെടുത്തോളൂ. ഗാന്ധിജി ടോൾഡ് ദ പീപ്പിൾ not to be afraid. എഴുതിയാ? അവിടെ വരെ എഴുതിയാ? ഓക്കെ, തുടർന്ന് അടുത്ത വരിയായിട്ട് എഴുതിക്കോളൂ. ഫിയർ ബിൽഡ്സ് its ghosts. ഗോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതം, അല്ലെങ്കിൽ ആ ഒരു തരം ഇതാണ് അർത്ഥം വരുന്നത്. പ്രേതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ദുരാത്മാവ് എന്നൊക്കെയാണ് അവിടെ അർത്ഥം വരുന്നത്. ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഗോസ്റ്റ്സ്. ഫിയർ, ഭയം, ഒരു പ്രേതം പോലത്തെ ഒരു രൂപമാണ് മനുഷ്യ മനസ്സുകൾ ഉണ്ടാക്കണതെന്ന്. ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഗോസ്റ്റ്സ് which are more fearsome. ഫിയർസം സ്പെല്ലിംഗ് സാറ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. FEARSOME ഫിയർസം. എഴുതിയാ? ഒന്നുകൂടി പറഞ്ഞുതരാം. FEARSOME ഫിയർസം, ഭയപ്പെടുത്തുന്ന. ഫിയർസം എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്ന. സ്പെല്ലിംഗ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. FEARSOME ഫിയർസം. എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന. ഫിയർസം than reality itself. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്ന ആ സംഭവം ജനങ്ങളിലെ ഒരുപാട് ഒരു പ്രേതതുല്യമായ ഒരു
ഭയമാണ്, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയാണ് ഭയമുണ്ടാക്കുന്നത്. അവരുടെ മനസ്സിന് ഭയങ്കര സങ്കീർണമായ നിരാശയിലേക്കും എന്താ പറയുക തളർച്ചയിലേക്കൊക്കെ കൊണ്ടുവരികയാണ് ഈ ഭയം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഭയത്തിന് കാരണമാവുന്ന കാരണം അത്ര വലിയ അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ അതിന് വലിയ പ്രസക്തി ഇല്ല എന്നാണ് അവിടെ ആ വാചകം കൊണ്ട് അർത്ഥം വരുന്നത്. റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ, അതായത് ഭയമുളവാക്കുന്ന സ്രോതസ്സിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിനത്ര വലിയ പ്രാധാന്യമില്ല, അതിനത്രയധികം ഭയപ്പെടേണ്ടതില്ല എന്നാണ് ആ വാചകം കൊണ്ട് അർത്ഥമാവുന്നത്. ഇനി അടുത്ത വരി എഴുതല്ലേ? ഓക്കെ. when reality is calmly CALM, ഒരിക്കൽ കൂടി പറയാം. when reality is calmly 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 analyzed. calmly എന്ന് വെച്ചാൽ വളരെ സമാധാനത്തോടെ. calmly 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 calmly. അപ്പോൾ ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി പറയാം. when reality is calmly analyzed and it's analyzed കഴിഞ്ഞാൽ and its consequences willingly accepted, fear goes away, willingly accepted, fear goes away. മനസ്സിലായല്ലോ? സാർ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ അവസാനത്തെ വരി ഒരിക്കൽ കൂടി പറയാം. ഫിയർ ഗോസ് എവേ. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി പറയാം. മൊത്തത്തിൽ മുഴുവനായിട്ട് പറയാം. മൊത്തത്തിൽ ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി പറയാം. when reality is calmly analyzed and its consequences willingly accepted, fear goes away. അവിടെ വരെ എഴുതിയല്ലോ? ഓക്കെ. അടുത്ത വരി നമുക്ക് നോക്കാം. അടുത്ത വരി എഴുതിക്കോളൂ. സഡൻലിയുടെ സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. SUDD. ഓക്കെ. സഡൻലി സ്പെല്ലിങ് ഞാൻ മാർക്ക് ചെയ്യാട്ടോ. ഇനി ഏറ്റവും അവസാനം വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവരും ടെൻസ് ഒന്നുകൂടി അവസാനം എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അതുൽ കൃഷ്ണ MR കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ സാർ കേട്ടു. ഏതിനാണ് അതുൽ കൃഷ്ണ MR? ഹലോ അതുൽ കൃഷ്ണ ഏതിലാണ്? FHWയിലാണോ അതോ BCBFിലാണോ? ഹലോ. ഓക്കെ. നമുക്ക് നേരത്തെ സഡൻലി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. സഡൻലി എന്ന വാക്കിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. സഡൻലി എന്ന വാക്കിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. പെട്ടെന്ന്. അപ്പോൾ സഡൻലി സ്പെല്ലിങ് SUDDENLY സഡൻലി. ഓക്കെ. സഡൻലി ദ ബ്ലാക്ക് ഫിലിം of fear was removed. Black film of fear was removed from the minds of the people. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? ഭയത്തിൻ്റെ കറുത്ത ഒരു ഫിലിം, ആ കറുത്ത ഫിലിം അല്ലെങ്കിൽ ഒരു തുണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിലിം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ പാട പോലെ അത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റപ്പെട്ടു എന്നാണ് ആ വരി കൊണ്ട് അർത്ഥമാകുന്നത്.
ഇനി ആ ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള വാചകങ്ങളിൽ ലാസ്റ്റ് വരിയാണ് നമ്മൾ പറയണത്, മാഷ് പറയണത് ശ്രദ്ധിച്ചോളോ. ലാസ്റ്റ് വരിയും കൂടി എഴുതിയെടുത്താൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി. അപ്പോൾ ലാസ്റ്റ് വരി എഴുതിയെടുക്കാം. The need for falsehood. The need for falsehood. falsehood എന്ന് വെച്ചാൽ തെറ്റായ പ്രവൃത്തി. falsehood സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം. FALSEHOOD. falsehood. എഴുതിയാ falsehood ഒന്നുകൂടി പറഞ്ഞുതരാം. FALSEHOOD. falsehood. എഴുതിയോ? തെറ്റായ പ്രവൃത്തി എന്നാണ് falsehood എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് കേൾക്കാനില്ലേ? ഹലോ, ഓക്കെ. falsehood and secretive behavior. secretive spelling SECRETIVE. secretive behavior. രഹസ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ബ്രിട്ടീഷിനെ അനുകൂലിച്ചുകൊണ്ട് രഹസ്യത്തിൽ പ്രവർത്തിക്കുക, ഇന്ത്യക്കാരെ ഉപദ്രവിച്ചുകൊണ്ട്, അത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് secretive behavior. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. BEHAVIOUR. behavior പെരുമാറ്റം. behavior എന്ന് വെച്ചാൽ secretive behavior was lessened. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. LESSENED. lessened എന്ന വാക്കിൻ്റെ അർത്ഥം കുറഞ്ഞു എന്നാണ്. lessened എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വരുന്നത്? കുറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ ആ ചോദ്യവും ഉത്തരവും എഴുതി കഴിഞ്ഞു. ഇനി സാർ ഒരു കാര്യം പറഞ്ഞു തരാം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങളിലെ 3 പാഠങ്ങളോളം സാറ് മുന്നേ വീഡിയോ ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് സാർ ഇട്ടുന്നുണ്ടല്ലോ ഗ്രൂപ്പിലേ, ഇല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നിട്ടുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3 പാഠങ്ങളുടെ, ഇതിന് മുൻപ് സാർ എടുത്തിട്ടുള്ള 3 പാഠങ്ങളും ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കൂടിയും കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ പാഠം കഴിയും. ഇനി സാറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സാറിന് പറയാനുള്ളത്, നമുക്ക് പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. 40% മാർക്ക് അതിനാണ് വരിക. അപ്പോൾ സാറ് ഇന്ന് ക്ലാസ് എടുത്തതിന് ശേഷം സാറ് മുന്നേ ഇട്ടിട്ടുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻ കണ്ടോ? ആ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്ന? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ, കോമൺ ഗ്രൂപ്പിലെ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്ന? അതെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അതൊന്ന് പഠിച്ചെടുക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു അസൈൻമെൻറ്റ് സാറ് തരും. ആ ക്വസ്റ്റ്യനെയും ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു അസൈൻമെൻറ്റ് സാറ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വാട്സപ്പ് ഈ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ തരും കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചെടുത്തോ ഇപ്പോൾ തന്നെ കേട്ടോ. അതേപോലത്തെ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ തരും, അത് പഠിച്ചോളില്ലേ? ഹലോ പഠിച്ചോളും. ഓക്കെ, അഞ്ജു എന്താ പറയണേ? പഠിക്കോ? ഹലോ ഓക്കെ, നോക്കിയിരുന്നു അല്ലേ? അത് നോക്കിയിരുന്നു അല്ലേ, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അത് നോക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വെരി ഗുഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പബ്ലിക് എക്സാമിനെ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം എഴുതിയില്ലേ? ഈ ചോദ്യം എഴുതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. അടുത്ത ചോദ്യത്തിനെ മാർജിനിലെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. അടുത്ത ചോദ്യത്തിനെ മാർജിനിലെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിക്കോളൂ. Why was Gandhiji compared? Why was Gandhiji compared to a psychologist? Why was Gandhiji compared to a psychologist? സൈക്കോളജിസ്റ്റ് സ്പെല്ലിംഗ് എപ്പോഴും തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാർ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. PSYCHOLOGIST. സൈക്കോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃശാസ്ത്രജ്ഞൻ എന്നാണ് അർത്ഥം വരുന്നത്.
അപ്പോൾ ചോദ്യം എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ ഒരു മനഃശാസ്ത്രജ്ഞനോട് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്? കമ്പയർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം താരതമ്യപ്പെടുത്തുക. സൈക്കോളജിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മനഃശാസ്ത്രജ്ഞൻ. നമുക്കറിയാം, മനഃശാസ്ത്രജ്ഞൻ സാധാരണയായിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അദ്ദേഹം ചികിത്സിക്കുന്ന രീതിയുടെ ഒരു ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ആ പേഷ്യൻറ്റിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുവാനും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളും പെരുമാറ്റ നയങ്ങളെക്കുറിച്ച് പഠിക്കുവാനും സാധാരണ നിലയിൽ ചില സാധ്യതകളുണ്ട്. അതിനുശേഷം ആണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസമോ വിഷമമോ ഭയമോ അല്ലെങ്കിൽ മാനസിക സംഘർഷമോ വിലയിരുത്താനുള്ള സാധ്യത. അപ്പോൾ പഴയകാല ജീവിതത്തിലുള്ള പെരുമാറ്റ രീതികളും പ്രയാസങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ താരതമ്യം ചെയ്ത് പഠിച്ചുകൊണ്ട് താരതമ്യം ചെയ്ത് പുതിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയെ പറ്റി ഒരു പഠനം നടത്തുകയാണ് സാധാരണ നിലയിൽ ചില മനഃശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതിന് തുല്യമായി ഗാന്ധിജി ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയും ഇന്ത്യയുടെ ഭരിക്കപ്പെടുവാൻ ആഗ്രഹമുള്ള ഇന്ത്യയിലെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയും അവരെ മുൻകാല ഭരണങ്ങൾ ഭരിച്ചിരുന്ന രീതിയെക്കുറിച്ചൊക്കെ ഗാന്ധിജി അഗാധമായി മനസ്സിലാക്കുകയും അങ്ങനെ ഭരിക്കപ്പെടാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഇന്ത്യൻ ജനതയെ മോചിപ്പിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മനഃശാസ്ത്രത്തിൻ്റെ മികവും തികവോടും കൂടിയിട്ട് തന്നെയാണ് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൈകളിൽ നിന്നും രക്ഷിച്ച് സ്വാതന്ത്ര്യം കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരം എഴുതിക്കോളൂ. ചോദ്യം മനസ്സിലായില്ലേ? ഉത്തരം സാറ് മലയാളത്തിൽ പറഞ്ഞു തന്നു. ഇനി അതിൻ്റെ ഉത്തരം ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. എഴുതിയെടുത്തോളൂ കേട്ടോ. എഴുതിയെടുക്കാൻ പോവാണ്. ഓക്കെ. ഗാന്ധിജി വാസ് compared അവസാന അറ്റൻഡൻസ് എടുക്കാട്ടെ. ഇനി എല്ലാവരുടെയും വന്നു ചേർന്നിട്ടുള്ളവരെ ശ്രദ്ധിക്കുക. അവസാന അറ്റൻഡൻസ് എടുക്കാം. നമുക്ക് ഉത്തരം എഴുതാം. ഇതിൻ്റെ ഗാന്ധിജി വാസ് കമ്പയർഡ് ടു എ സൈക്കോളജിസ്റ്റ് because he brought a psychological change. In people. അവിടെ വരെ എഴുതിയോ? മനഃശാസ്ത്രപരമായ മാറ്റം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സൈക്കോളജിക്കൽ ചേഞ്ച് ഇൻ പീപ്പിൾ എന്ന് പറയുമ്പോൾ. ഇനി അടുത്ത വരിയായിട്ട് എഴുതിക്കോളൂ. എ സൈക്കോളജിസ്റ്റ് probes deep into പ്രോബ്സിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞു തരാം. PROBES. പ്രോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചകഞ്ഞു നോക്കുക മുൻകാലത്തിലേക്ക്. പ്രോബ്സ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്. പ്രോബ്സ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്. പ്രോബ്സ് ഡീപ്പ് ഇൻ ടു പേഷ്യൻറ്റ് സ്പെല്ലിംഗ് പറഞ്ഞു തരാം. PATIENT അപ്പോസ്ട്രോഫി S എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഒന്നുകൂടി പറഞ്ഞു തരാം. PATIENT പിന്നെ ഒരു അപ്പോസ്ട്രോഫി മുകളിൽ ഇടുക, എന്നിട്ട് S ഇടുക. എഴുതിയാ? ഹലോ പേഷ്യൻസ് അപ്പോസ്ട്രോഫി S എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ എന്നാണ്. ആ സമയം അപ്പോസ്ട്രോഫി ഇല്ലാത്ത S ആണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് രോഗികൾ. ഇതിപ്പോൾ രോഗിയുടെ അപ്പോസ്ട്രോഫി ഉള്ള S ആയതുകൊണ്ട് മുകളിൽ കോമ ഇട്ടിട്ട് S ഏതിനെയാണ് അപ്പോസ്ട്രോഫി ഉള്ള S എന്ന് പറയുന്നത്. വെറും S ആണെങ്കിൽ അതിൻ്റെ ഒരു പ്ലൂറൽ ഫോമാണ് രോഗികൾ എന്നാണ് വരിക. പേഷ്യൻസ് എന്നാണെങ്കിൽ ഇതിപ്പോൾ അപ്പോസ്ട്രോഫി S വരുമ്പോൾ രോഗിയുടെ എന്ന് വരും. മനസ്സിലായോ? എസിന് മുൻപാണ് അപ്പോസ്ട്രോഫി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ എന്ന് വരും.
എസിന് ശേഷമാണ് അപ്പോസ്ട്രോഫി എസ് ഇടുന്നതെങ്കിൽ രോഗികളുടെ എന്നാണ് വരിക. ഞാൻ പറഞ്ഞതിൻ്റെ ആഴം മനസ്സിലായോ? കുറച്ചെങ്കിലും മനസ്സിലായി, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു. പൊസസീവ് ഡിഗ്രി കാണിക്കുവാനാണ് ഉപയോഗിക്കുന്നത് അപ്പോസ്ട്രോഫി എസ് എ. ഇക്കൂട്ടത്തിലെ CBSE ഇംഗ്ലീഷിൽ മീഡിയത്തിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? CBSE ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ടോ? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ സാർ പറഞ്ഞത് മനസ്സിലായ? പൊസസീവ് അതായത് നമ്മളിപ്പോൾ പേഷ്യൻസ് എന്നുള്ളതിന് എസ് വരില്ലേ, എസിന് തൊട്ട് മുൻപ് നമ്മൾ അപ്പോസ്ട്രോഫി ഇട്ട് കഴിഞ്ഞാൽ രോഗിയുടെ, മനസ്സിലായോ? അപ്പോസ്ട്രോഫി ഇട്ടില്ല എന്ന് വരിക പേഷ്യൻസിൽ, അപ്പോൾ രോഗികൾ എന്നാണ് അർത്ഥം വരിക, മനസ്സിലായോ? പിന്നെ എസിന് ശേഷമാണ് അപ്പോസ്ട്രോഫി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികളുടെ. കുറച്ചൊരു ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു ചെറിയ ഗ്രാമാറ്റിക്കൽ സിൻറ്റാക്സ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു പ്രത്യേകതയാണത്. അപ്പോൾ അത് ജസ്റ്റ് സാറൊന്ന് പറഞ്ഞെന്നുള്ളൂ, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നിർത്തിയത് പേഷ്യൻസ് പാസ്റ്റ് വരെ അല്ലേ? പേഷ്യൻസ് പാസ്റ്റ് നമ്മൾ തുടർന്ന് എഴുതിക്കോളൂ കേട്ടോ, തുടർന്ന് എഴുതിക്കോളൂ. പേഷ്യൻസ് പാസ്റ്റ് ടു ഫൈൻഡ് ഔട്ട്, പേഷ്യൻസ് പാസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് the origins, the patient's past to find out the origins of his complexes, the origins of his complexes. Origins spellings are പറഞ്ഞുതരാം. ORIGINS, origins. ഒറിജിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്ഭവം എന്നാണ്, ഉത്ഭവങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ അടുത്ത് വെറുതെ സാറിന് ആരൊക്കെയാണ് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവരെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാട്ടാ, അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് ഒരു ഓവറായിട്ടുള്ള സാറിന് അമിത സ്നേഹമൊന്നുമില്ല. എല്ലാവരും സാറിന് മുന്നിൽ തുല്യരാണ്. സാറിന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവർക്ക് കുറച്ചും കൂടിയും ഇംഗ്ലീഷിനെ കുറിച്ച് അറിവുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് സാറ് ചോദിച്ചത് കേട്ടോ. മറ്റുള്ള കുട്ടികൾക്കൊക്കെ അതേപോലെ തുല്യമായ അറിവ് നമുക്ക് നേടാട്ടോ. നമ്മൾ കഠിനമായ പരിശ്രമത്തിലൂടെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ നമ്മൾ എത്തൂട്ടാ. എല്ലാവരും കേട്ടല്ലോ? ഹലോ, കേട്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് സാറിന് മനസ്സിലാവുക, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നേ കേട്ടോ. അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയാ? ഒറിജിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയില്ലേ? ഒറിജിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയോ? ഒറിജിൻസ് ഉത്ഭവങ്ങൾ. ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്ഭവം. ഒറിജിൻസ് ഉത്ഭവങ്ങൾ. ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ്. ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ് അവിടെ വരെ എഴുതിയാ? ഓക്കെ. ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യണ കാര്യമാണ്. ഒരു പേഷ്യൻ്റെ പഴയകാല ചരിത്രത്തെ കുറിച്ച് പഠിച്ചെടുത്തിട്ട് ഇവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ കോംപ്ലക്സുകളുടെയൊക്കെ ഉത്ഭവമെന്ന് മനസ്സിലാക്കണമെന്ന്. അടുത്ത വരി എഴുതിക്കോളൂ. ഗാന്ധിജി ഡിഡ് ദ സെയിം. ഗാന്ധിജി ഡിഡ് ദ സെയിം. ഫുൾ സ്റ്റോപ്പ് ഇടുക. ഗാന്ധിജി ഡിഡ് ദ സെയിം. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ടിങ്ങനെ എഴുതൂ. ഗാന്ധിജി probed deep into the minds of Indians and exposed the needlessness of fear. Needlessness spellings are പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. NEEDLESSNESS needlessness. ആവശ്യകത ഇല്ലായ്മ. എഴുതിയോ? അതിൻ്റെ അർത്ഥം എഴുതിയോ? ആവശ്യകത ഇല്ലായ്മ. മനസ്സിലായല്ലോ? നീഡ്ലെസ്നെസ് ഓഫ് ഫിയർ.
ഭയത്തിൻ്റെ ആവശ്യകത ഇല്ലായ്മയെക്കുറിച്ച് ഗാന്ധിജി ഇന്ത്യൻ ജനത്തെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വരെ എഴുതിക്കോളൂ. They were made to feel ashamed. They were made to feel ashamed for സ്പെല്ലിംഗ് പറഞ്ഞുതരാം. ആ വാക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം, വാചകം ഒന്നുകൂടി പറഞ്ഞുതരാം. They were made to feel ashamed. ASHAMED ashamed. ashamed എന്ന് വെച്ച് കഴിഞ്ഞാലേ തന്നെത്താൻ നാണം തോന്നുന്ന അവസ്ഥ. അതായത് ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴെ ഭരിക്കപ്പെടാൻ അനുവദിച്ചതിന് ഇന്ത്യക്കാരോട് തന്നെ ആ ഒരു അപമാനം തോന്നുന്ന ഒരു അവസ്ഥ എന്നാണ് ashamed എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. മനസ്സിലായോ? ഓക്കെ. ashamed for accepting an alien rule. For accepting an alien rule. that had degraded. ഏലിയൻ എന്ന വാക്കിൻ്റെ അർത്ഥമല്ലേ തൊട്ട് മുൻപ് ഉപയോഗിച്ച വാക്കില്ലേ ഏലിയൻ എന്ന് വെച്ചാൽ വിദേശ എന്നാണ് അർത്ഥം വരുന്നത്, വിദേശ രാജ്യത്തിൻ്റെ ഭരണം. പക്ഷെ നോർമലി ഏലിയൻ എന്നൊക്കെ പറയുന്നത് അന്യഗ്രഹ ജീവികൾ എന്നൊക്കെയാണ് ഏലിയൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. പക്ഷെ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ ഈ സിറ്റുവേഷനിൽ ഉദ്ദേശിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തെയാണ്. ഏലിയൻ റൂൾ എന്ന് വെച്ചാൽ വിദേശ ഭരണം എന്നാണ് അർത്ഥം. ഏലിയൻ റൂൾ ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ്, ഇന്ത്യക്കാരെ തരം താഴ്ത്തിയല്ലോ. ഡീഗ്രേഡഡ് എന്ന് വെച്ചാൽ തരം താഴ്ത്തിയെന്നാണ് അർത്ഥം വരുന്നത്. ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. HUMILIATED ഹ്യൂമിലിയേറ്റഡ്. ഒന്നുകൂടി പറഞ്ഞു തരാം. HUMILIATED ഹ്യൂമിലിയേറ്റഡ്. എഴുതിയോ? ഹ്യൂമിലിയേറ്റഡ് എന്ന് വെച്ചാൽ നമ്മളെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഹ്യൂമിലിയേറ്റഡ് ദം. ഇതിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത വരി എഴുതിക്കോളൂ. They were now filled with a desire. They were now filled with a desire not to submit. സബ്മിറ്റ് എന്ന് വെച്ചാൽ കീഴടങ്ങുക എന്നാണ് അർത്ഥം. നോട്ട് ടു സബ്മിറ്റ് എന്ന് വെച്ചാൽ കീഴടങ്ങാതിരിക്കുക. നോട്ട് ടു സബ്മിറ്റ് ടു ദ റിപ്രസീവ്. REPRESSIVE റിപ്രസീവ്. എഴുതിയോ? റിപ്രസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയോ? റിപ്രസീവ് എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്ന. റിപ്രസീവിൻ്റെ സ്പെല്ലിംഗ് സാർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. REPRESSIVE റിപ്രസീവ്. റിപ്രസീവ് എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്ന എന്നാണ് അർത്ഥം. അടിച്ചമർത്തുന്ന ഭരണം. റിപ്രസീവ് റൂൾ എനി ലോങ്ങർ. റിപ്രസീവ് റൂൾ എനി ലോങ്ങർ. എഴുതിയോ? ഹലോ? ഓക്കെ. റിപ്രസീവ് റൂൾ എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്ന ഭരണം. അപ്പോൾ ഇനി ഒരിക്കലും ഈ അടിച്ചമർത്തുന്ന ഭരണത്തിന് കീഴെ നിൽക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് തയ്യാറില്ല എന്ന അവസ്ഥയിലേക്ക് ഗാന്ധിജി അവരെ മാനസികമായിട്ട് ഉത്തേജനപ്പെടുത്തി. അതുപോലെ മനഃശാസ്ത്രപരമായിട്ട് ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന കോംപ്ലക്സുകളെയും മറ്റ് വിഷമങ്ങളെയും ഒക്കെ ഗാന്ധിജി സർജിക്കലി റിമൂവ് ചെയ്തു. അത് രക്തം പൊടിയാതെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഗാന്ധിജി അങ്ങനെ സർജിക്കലി റിമൂവ് ചെയ്തത്. തൽഫലമായിട്ട് അവർക്ക് ഇനി ബ്രിട്ടീഷ് റൂളിന് കീഴിൽ താമസിക്കാൻ അല്ലെങ്കിൽ നിലകൊള്ളാൻ താല്പര്യമില്ല. ഈ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് റൂളിന്
ഏഴിൽ നിലകൊള്ളാൻ താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഗാന്ധിജി എത്തിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കഴിവും എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഒരു മികവോട് കൂടി ഗാന്ധിജി ഈ ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. വളരെ മികവും തികവും ഉപയോഗിച്ചാണ് ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണത്തെ ഒഴിവാക്കിയതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആ ചോദ്യോത്തരം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം മാർജിനിലെ അപ്പോൾ നമ്മൾ എഴുതിയ ചോദ്യം ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അടുത്ത ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഓക്കെ. ആ ചോദ്യം കൂടിയും അതിനും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ മാർജിനിൽ. പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് സാറ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത്. നമുക്കത് എഴുതിയെടുക്കാം. എല്ലാവരും റെഡി ആയല്ലോ? ഓക്കെ. വാട്ട് വാസ് ദ two-fold action? What was the two-fold action? What was the two-fold action involved? What was the two-fold action involved in Gandhiji's exhortation? In Gandhiji's exhortation. എന്താണ് ടു ഫോൾഡ് ആക്ഷൻ? ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. വാട്ട് വാസ് ദ ടു ഫോൾഡ് ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ഗാന്ധിജീസ് എക്സോർട്ടേഷൻ? എക്സോർട്ടേഷൻ എന്ന് വെച്ചാൽ ആഹ്വാനം എന്നാണ് അർത്ഥം വരുന്നത്. എക്സോർട്ടേഷൻ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. EXHORTATION എക്സോർട്ടേഷൻ. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഹലോ, ഒരിക്കൽ കൂടെ ആ ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. ശ്രദ്ധിച്ചോളൂ. വാട്ട് വാസ് ദ two-fold action involved in Gandhiji's exhortation? ഓക്കെ, എഴുതിയല്ലോ? ഓക്കെ. അപ്പോൾ two-fold action എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ പ്രവർത്തനം രണ്ട് രീതിയിലാണ് മുന്നോട്ട് നീങ്ങിയത്. അതായത് ഒന്ന്, ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന അഭ്യന്തരമായ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം, അതായത് ജാതി വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, സതി സിസ്റ്റം, അങ്ങനെ കുറേ സാമൂഹികമായിട്ടുള്ള ദുരാചാരങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. സോഷ്യൽ ഈവിൾസ് ഒരുപാട് ഇന്ത്യയിലുണ്ടായിരുന്നു. ആദ്യത്തെ ആക്ഷൻ അത്തരം ഈ സോഷ്യൽ ഈവിൾസിനെ, സാമൂഹികമായ ദുരാചാരങ്ങൾക്കെതിരെയും രണ്ടാമത്തെ ആക്ഷൻ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് റൂളിനെതിരെയുമായിരുന്നു. അപ്പോൾ സാമൂഹികമായ ദുരാചാരങ്ങൾ, ഈ അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ, അതുപോലെ കാസ്റ്റ് സിസ്റ്റം, അതായത് ജാതി പറഞ്ഞ് വേർതിരിവ് കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ മാറ്റങ്ങൾ, ജാതി ഉപയോഗിച്ച് വേർതിരിവ് വരുത്തുമ്പോഴൊക്കെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ വിഭജനമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്നതിന് അനുകൂലിക്കുന്ന രീതിയിലുള്ള ആഭ്യന്തരമായ കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ഗാന്ധിജിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ഗാന്ധിജി അതിനെതിരെ പ്രവർത്തിച്ചു, മറ്റൊരു ഭാഗത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും പ്രവർത്തിച്ചു. അപ്പോൾ two-fold ആക്ഷൻ എന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഗാന്ധിജിയുടെ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം ആണല്ലോ മാഷ് ഇപ്പോൾ മലയാളത്തിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. എല്ലാവർക്കും റെഡി ആണല്ലോ? ഹലോ, ഓക്കെ. ഉത്തരം എഴുതിയെടുക്കാം. ഓക്കെ. Gandhiji's one action involved involved challenging, challenging, ചാലഞ്ചിങ് എന്ന് വെച്ചാൽ വെല്ലുവിളിക്കുന്ന. ചാലഞ്ചിങ് ആൻഡ്
റെസിസ്റ്റിംഗ്, RESISTING, റെസിസ്റ്റിംഗ്. റെസിസ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രതിരോധിക്കുന്ന. ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ഫോറിൻ റൂൾ, ഫോറിൻ റൂൾ അവിടെ വരെ എഴുതിയാ? ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ എഴുതിയോ? ഓക്കെ, ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഗാന്ധിജീസ് വൺ ആക്ഷൻ ഇൻവോൾവ്ഡ് ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ. ഒരു രീതിയിലെ പ്രവർത്തന ശൈലിയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പ്രവർത്തിക്കുക മാത്രമല്ല, അതിനെ വെല്ലുവിളിക്കുകയും കൂടിയും ചെയ്തിരുന്നു, അതിനെ പ്രതിരോധിക്കുകയും കൂടിയും ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ വരെ എഴുതിക്കോളൂ. The other action involved fighting our own social evils. ഒന്നുകൂടി ആവർത്തിക്കാം. The other action involved fighting against our own social evils. Like untouchability and അവിടെ വരെ എഴുതിയില്ലേ? ഹലോ, അവിടെ വരെ ഓക്കെ. സോഷ്യൽ ഈവിൾസ് ലൈക്ക് അൺടച്ചബിലിറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ സ്പെല്ലിംഗ് സാറ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. DIFFERENTIATION. ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ വേർതിരിവ്. എഴുതി വെച്ചോളൂ, അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചോളൂ. ഡിഫറൻസിയേഷൻ, വേർതിരിവ്. എഴുതിയോ? ഡിഫറൻസിയേഷൻ, വേർതിരിവ്. ഡിഫറൻസിയേഷൻ ഓഫ് സോഷ്യൽ ക്ലാസസ്. ഇപ്പോൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തട്ടുകളായിട്ട് തിരിക്കുന്നത് അതിനെതിരെ, അതായത് കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ ഗാന്ധിജി സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്, ഇപ്പോൾ പ്രവർത്തിച്ചിരുന്നു. അത് മാത്രമല്ല കേട്ടോ, കുറേ സാമൂഹിക ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ എതിരെ ഗാന്ധിജി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ് ഗാന്ധിജി പ്രവർത്തിച്ചത്. ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയും മറ്റൊന്ന് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയൊക്കെയാണ് നമ്മുടെ ഗാന്ധിജി പ്രവർത്തിച്ചത്. അപ്പോൾ ഇതാണ് ടു ഫോൾഡ് ആക്ഷൻ. ഗാന്ധിജി ഇൻവോൾവ്ഡ് ആയിരുന്ന ടു ഫോൾഡ് ആക്ഷൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ? ഹലോ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ചോദ്യം എഴുതി? 3 ചോദ്യം എഴുതി, അതിൻ്റെ ഉത്തരം എഴുതി. ഇനിയിപ്പോൾ വന്നു ചേർന്നവരുടെ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ. ഞാൻ വന്നവരുടെ അറ്റൻഡൻസ് ഒന്ന് പറയൂ. ഇന്ന് പുതിയ ആൾക്കാർ BCBF ആരൊക്കെ പുതിയത് വന്നത്? ഇപ്പോൾ പുതിയതാരെങ്കിലും വന്നോ? പിന്നെ സാറ് ആബ്സെൻറ്റ് മാർക്ക് ചെയ്യാൻ പോവാ. പവിൻ PS വന്നിട്ടില്ലല്ലോ. പവിൻ PS വന്നിട്ടുണ്ടോ BCBF? അപ്പോൾ പവിൻ PS ആബ്സെൻറ്റഡ് ആണ്. അഭിനന്ദ് വന്നിട്ടില്ലല്ലോ, ആബ്സെൻറ്റഡ് ആണ്. അതിൻ കൃഷ്ണ വന്നിട്ടില്ല, ആബ്സെൻറ്റ് 2. രജിത് KS വന്നിട്ടുണ്ടോ? രജിത് KS പ്രസന്റ് ആണ്. ഓക്കെ. പ്രണവ് KP വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, ആബ്സെൻറ്റ് 2. ശ്രീരാഗ് PA വന്നിട്ടുണ്ടോ? BCBF വന്നിട്ടില്ല, ആബ്സെൻറ്റഡ് ആണ് കേട്ടോ. ഷിഹാസ് HM BCBF ആബ്സെൻറ്റഡ് ആണ് കേട്ടോ. മിഥുൻ AM വന്നിട്ടില്ല, ആബ്സെൻറ്റഡ് ആണ്.
പ്രമദാനന്ദ്. പ്രമദ്നാഥ് AP വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അശ്വാന വന്നിട്ടുണ്ടോ? അശ്വാന വന്നിട്ടില്ല. ശ്രീലാൽ വന്നിട്ടില്ല. ഇവരൊക്കെയാണ് BCBFൽ മുടങ്ങിയിട്ടുള്ളത്. പിന്നെ അലീന വന്നിട്ടുണ്ടോ? അലീന FHWയിലെ അലീന വന്നിട്ടുണ്ടോ? ഇല്ല. ഡയാന വന്നിട്ടുണ്ടോ? ഡയാന മാർക്ക് ചെയ്തു. പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ BJ വന്നിട്ടുണ്ടോ? ജാസ്മിൻ BJ ഓക്കെ വന്നിട്ടില്ല. കാശിനാഥൻ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ലെന സെബാസ്റ്റ്യൻ വന്നിട്ടില്ല. മുഹമ്മദ് മിർസ വന്നിട്ടില്ല. മുഹമ്മദ് റാഫി FHW വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ. മുഹമ്മദ് ഷഫീഖ് വന്നിട്ടില്ല. പ്രിൻസ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പിന്നെ ഫെനിൽ വന്നിട്ടുണ്ടോ? ഫെനിൽ വന്നിട്ടില്ല. വിസ്മയ PV വന്നിട്ടില്ലേ. സൈനുദ്ദീൻ താഹ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഓക്കെ പ്രിയ വിദ്യാർത്ഥികളെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധയിലേക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇന്ന് സാറിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വാക്സിൻ എടുക്കേണ്ടതായി വന്നതുകൊണ്ടാണ് സാറ് ടൈം സ്ലോട്ടിൽ മാറ്റം വരുത്തി. ആരാ? അലൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരാത്തവരുടെ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ആളിൻ്റെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആൻവിൻ്റെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. വരാത്തവരുടെ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഹലോ ഓക്കെ. അപ്പോൾ ഇന്ന് സാറിന് വാക്സിൻ്റെ സ്ലോട്ട് സാറിന് വീട്ടുകാർക്ക് കിട്ടി. ഇപ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് സാറ് ടൈം ഷെഡ്യൂൾ മാറ്റിയത്, 1:45 ആക്കിയത്. പക്ഷേ ഇനിയും അടുത്തുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സാധാരണ സമയമായിരിക്കുന്ന 11 മണി തന്നെ ആയിരിക്കും എന്ന കാര്യം പ്രിയ വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. FHW ക്ലാസ്സുകാർക്ക് ഇന്ന് 3 മണിക്ക് ഏതാ ക്ലാസ്? FHWകാർക്ക് 3 മണിക്ക് ഏതാ ക്ലാസ്? അത് എത്ര മണിക്കാ? അതല്ലേ ശരി. നാളെ അല്ലേ ശരി. അത് ഓക്കെ 5 മണിക്ക് എന്താ ഉള്ളത്? ഓക്കെ ഹലോ ഓക്കെ. അപ്പം നാളെ എപ്പോഴാ ബയോളജി ഉള്ളത്? 11 മണിക്കല്ലോ. ഓക്കെ. നാളെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇല്ലല്ലോ. നാളെ CCAPകാർക്കോ FEകാർക്കോ ഉള്ളത്. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ളത് തിങ്കളാഴ്ചയാണ് കേട്ടോ. തിങ്കളാഴ്ച ഉണ്ട് കേട്ടോ. തിങ്കളാഴ്ച നമ്മൾ സാധാരണ സമയം 11 മണിക്ക് കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എഴുതിയെടുക്കാം. ഒരു ക്വസ്റ്റ്യനും ഒരു ഉത്തരം കൂടി കഴിഞ്ഞാൽ സാറ് ക്ലാസ് നിർത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടാ കേട്ടോ. ഇന്നത്തെ ഹലോ എന്താ പറഞ്ഞേ? ഹലോ കേൾക്കാല്ലേ? അവർക്ക് പറയാമോ? ഇത് മതി എന്നാണോ പറയണേ? കേൾക്കാല്ലേ? ഒന്ന് ഉറക്കെ പറയോ? ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. ഓക്കെ. സാറിന് അടുത്ത അവർ നിങ്ങൾക്ക് ബയോളജി ഉണ്ടെങ്കിൽ നേരത്തെ അവസാനിപ്പിക്കാമെന്ന് കരുതിയത്. നിങ്ങൾ ബയോളജി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നന്നായി. അപ്പോൾ സാറിന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇടാനുള്ള സമയം കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. What according to Gandhiji is the truth? 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 എഴുതിയാ? What according to Gandhiji is the truth? എന്താണ് ഗാന്ധിജിയെ സംബന്ധിച്ച് സത്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഒരു വ്യക്തിക്ക് സത്യം എന്ന് തോന്നുന്നത് മറ്റൊരു വ്യക്തിക്ക് സത്യമല്ലാതെ ആയിരിക്കാം.
ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പോൾ സാറ് പറയാണ് ഇവിടെ പകല് 2:45 സമയമാണ് എന്ന് പറയാം. ഉച്ചനേരം 2:45 സമയം എന്ന് സാറ് ഇവിടെ പറഞ്ഞു. ഇവിടെ പകലാണല്ലോ, ഇവിടെ പകലാന്ന് പറയണം. പക്ഷേ ഇതേ സമയത്ത് തന്നെ അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്ക് അവിടെ പകലല്ല, രാത്രിയാണ്. അപ്പോൾ സത്യം ഒരാൾക്ക് ആപേക്ഷികമാകാം എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഗാന്ധിജിയെ സംബന്ധിച്ച് സത്യം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞത് ഗാന്ധിജി പറയുന്നത് വെച്ചാൽ സത്യം ഒരാൾക്ക് ആപേക്ഷികമാകാം, പരമസത്യം എല്ലാവരുടെയും ബുദ്ധിക്ക് അതീതമാണെന്നാണ് ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കല്ലേ? ഹലോ, ഓക്കെ, ഉത്തരം എഴുതിക്കോളൂ. ട്രൂത്ത്സ് ആർ റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് വെച്ചാൽ ആപേക്ഷികം എന്നാണ് അർത്ഥം. ട്രൂത്ത്സ് ആർ റിലേറ്റീവ് എന്ന് വെച്ചാൽ ആപേക്ഷികം എന്നാണ് അർത്ഥം. ട്രൂത്ത്സ് ആർ റിലേറ്റീവ്, അതായത് റിലേറ്റീവ് എന്ന് വെച്ചാൽ ഒരാൾക്ക് സത്യമെന്ന് തോന്നുന്നു, മറ്റൊരാൾക്ക് സത്യമല്ലാതായിരിക്കാം എന്നാണ് പറഞ്ഞത്. ട്രൂത്ത്സ് ആർ റിലേറ്റീവ് ആൻഡ് ആബ്സല്യൂട്ട് ട്രൂത്ത് is beyond us. Absolute truth എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമമായ സത്യം എന്നാണ് അർത്ഥം വരുന്നത്. Absolute truth is beyond us. ഫുൾ സ്റ്റോപ്പ് ഇടുക. എഴുതിയല്ലോ അല്ലേ? അടുത്ത വരെ എഴുതാം നമുക്ക്. ഓക്കെ. different persons take different views of truth. And each person is powerfully influenced by his own powerfully influenced spellings are പറഞ്ഞുതരാം. INFLUENCED powerfully influenced. എഴുതിയോ? ഓക്കെ. powerfully influenced by his own background കോമയിട്ടിട്ട് his own background 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 എഴുതിയല്ലോ? ഹലോ, ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് കോമയിട്ടിട്ട് ട്രെയിനിങ് ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കോമയിട്ടിട്ട് ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ് എന്ന് വെച്ചാൽ പ്രതികരണ രീതി. ഇമ്പൾസസ് സ്പെല്ലിംഗ് സാറ് പറഞ്ഞുതരാം. IMPULSES ഇമ്പൾസസ്. അവിടെ വരെ എഴുതിയാ? IMPULSES ഇമ്പൾസസ് എന്ന് വെച്ചാൽ പ്രതികരണ ശൈലി, പ്രതികരണ രീതി. അവിടെ വരെ എഴുതിയല്ലോ അല്ലേ? കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും സത്യം ചിലപ്പോൾ മാറാം. ആ വ്യക്തി എങ്ങനെയാണോ ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെയും ജീവിത ചുറ്റുപാടുകളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശൈലിയെയും ഒക്കെ ആശ്രയിച്ചിരിക്കും ഒരാളെ സംബന്ധിച്ച് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം സത്യമോ അല്ലെങ്കിൽ അസത്യമായി തീരുവാൻ. സത്യം ആപേക്ഷികമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ആപേക്ഷികതയുടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും വളർന്നു വന്ന സാഹചര്യവും അതുപോലെ തന്നെ പ്രതികരണ ശൈലിയും
അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ അനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും ഓരോ സംഭവങ്ങളായിരിക്കുക. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സത്യം ആകാം എന്നാണ് ഗാന്ധിജി നമുക്ക് ഈ വാചകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതിൻ്റെ അങ്ങനെ ആപേക്ഷികത ഉണ്ടാവാനുള്ള കാരണം എന്താ? ഓരോ വ്യക്തിയും വളർന്നു വരുന്ന ജീവിത ചുറ്റുപാടും കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും പഠനവും ജീവിത സാഹചര്യമൊക്കെ മാറ്റം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സത്യം ഓരോ വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് മാറ്റങ്ങൾ സത്യത്തിന് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഗാന്ധിജി പറയാൻ കാരണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിൻ്റെ ലാസ്റ്റ് വരി നമുക്ക് എഴുതാം. ഗാന്ധിജി ബിലീവ്ഡ് the truth. Gandhiji believed that truth as what an individual himself feels, and knows to be true. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം, ശ്രദ്ധിച്ചോളൂ. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ട്രൂത്ത് ഈസ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. എഴുതിയോ? അവിടം വരെ എഴുതിയോ? ആ സെൻറ്റൻസ് ഒന്ന് പറയണോ? Believed that truth is what an individual himself feels and knows to be true. എഴുതിയോ? വാചകത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി തനിക്ക് സത്യമെന്ന് തോന്നുന്നത് എന്താണോ അത് തന്നെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് സത്യം എന്നാണ് ഗാന്ധിജി അവസാനം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് സത്യം ആപേക്ഷികമാണ്, ആളുകൾക്ക് സത്യം ആപേക്ഷികമാകാം എന്നുള്ള അഭിപ്രായമാണ് ഗാന്ധിജിക്കുള്ളത്. അങ്ങനെ ആപേക്ഷികത സത്യത്തിന് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് ഉണ്ടായിരിക്കുന്ന ചുറ്റുപാടുകളും അവർക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അവരുടെ സാമ്പത്തികവും മാനസികമായിട്ടുള്ള അവസ്ഥകളൊക്കെ വ്യത്യാസമായിരിക്കാം. അപ്പോൾ ഒരു വ്യക്തി ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സത്യം ഓരോ വ്യക്തികളിലും അവർക്ക് മാറണമെന്നല്ല, മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഗാന്ധിജി പറഞ്ഞു വരുന്നത്. അവരുടെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരുടെ ജീവിത ചുറ്റുപാടോ അല്ലെങ്കിൽ പണ്ടത്തെ ജീവിതമോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഓരോരുത്തരുടെ അവലോകനം, സത്യത്തെക്കുറിച്ചുള്ള അവലോകനം. സത്യത്തിനെ ഓരോ വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് വരുമ്പോൾ ആ സത്യത്തിന് മാറ്റങ്ങൾ സംഭവിക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെ ഗാന്ധിജി പറഞ്ഞത് എന്താ? പരമമായ സത്യം നമുക്ക് എല്ലാവർക്കും അതീതമാണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പരമമായ സത്യം എന്ന് വെച്ചാൽ നമ്മൾ 100 വർഷത്തിന് മുൻപ് എവിടെയായിരുന്നു അല്ലെങ്കിൽ 100 വർഷത്തിന് ശേഷം എവിടെയായിരിക്കാം. അതായത് പരമമായ, അതായത് നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, പരമമായ സത്യങ്ങളിൽ അത് പെടാം. അപ്പോൾ മരണത്തിന് ശേഷം നമ്മൾ എവിടെയായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 100 വർഷം മുൻപ് നമ്മൾ എവിടെയായിരുന്നു, 100 വർഷത്തിന് ശേഷം നമ്മൾ എവിടെയായിരിക്കും, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ശാസ്ത്രജ്ഞനും അത് പറഞ്ഞുതരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കും അത് കാര്യമായിട്ട് പറഞ്ഞുതരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പോൾ അതാണ് പരമമായ സത്യങ്ങളിൽ ഗാന്ധിജി ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സത്യങ്ങൾ മനുഷ്യർക്ക് അറിയില്ല, അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സാധാരണ ലെവലിലുള്ള ഭൗതികമായിട്ട് സത്യങ്ങൾ പല മനുഷ്യർക്കും പല പോലെ ആയിരിക്കാം. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയെയും വളർന്നു വന്ന രീതിയും സാഹചര്യവും ഒക്കെ മാറ്റങ്ങളുണ്ടായിരിക്കാം, അവർക്ക് കിട്ടിയുള്ള ട്രെയിനിങ്ങിന് മാറ്റം ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഓരോ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ സത്യത്തിന് വ്യത്യസ്തം സംഭവിക്കാം എന്നാണ് ഗാന്ധിജി എൻ്റെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജീസ് ട്രൂത്ത് എന്ന ചോദ്യം, അതായത് ഗാന്ധിജിയെ സംബന്ധിച്ച് സത്യം എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. പ്രിയ വിദ്യാർത്ഥികളെല്ലാവരും എഴുതിയെടുത്തു എന്ന് പ്രതീക്ഷിക്കണോ? എഴുതിയെടുത്തോ? ഓക്കെ, ഇനിയൊരു ചോദ്യം കൂടി, ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യങ്ങൾ തരാം. ഇനിയൊരു ചോദ്യം കൂടി വേണോ? വേണ്ട. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കുറേ ഉത്തരങ്ങൾ കിട്ടി. അതുപോലെ തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ സാർ ഒരു അസൈൻമെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ പോലെ സാറ് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണ്? പ്രൊഫൈൽ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ
ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും. അത് രണ്ടും നോക്കി വെക്കില്ലേ? ഹലോ, അതൊന്ന് നോക്കി വെക്കുക. നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ. അപ്പോൾ ഇന്നൊക്കെ ഇത് മതി. താങ്ക് യു ഫോർ അറ്റൻഡിങ് ദി ക്ലാസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ചയാണ് ക്ലാസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം. ഇനി നമുക്ക് തിങ്കളാഴ്ച 11 മണിക്കാണ് ക്ലാസ്. ഓക്കെ, എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. അവസാനം സാറ് ഇത് എൻഡ് ചെയ്യാം. ഗൂഗിൾ മീറ്റ് ക്ലാസ് എൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം.